ഇന്ത്യയുടെ അഭിമാനമായി മാറേണ്ടിയിരുന്ന ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാകേണ്ടിയിരുന്ന വിനേഷ് ഫോഗട്ട് മെഡലൊന്നും നേടാതെ അയോഗ്യയാക്കപ്പെട്ട് തലയും താഴ്ത്തി ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. ഒരുപക്ഷെ ഓരോ ഇന്ത്യക്കാരനും ദുഃഖത്തിന്റെ നിമിഷമാണിത്, ഒരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വലിയ സംഭവത്തിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ? ഉണ്ടാവാനെല്ലാ സാധ്യതയുമുണ്ട്. പാരീസിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു അട്ടിമറിയെ പറ്റി വിനേഷ് ഫോഗട്ട് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട്. ഒരുപക്ഷെ താൻ കുടിക്കുന്ന വെള്ളത്തിൽ പോലും എന്തെങ്കിലും കലർത്താൻ സാധ്യതയുണ്ടെന്നും ഏത് നിമിഷവും ഒരു അട്ടിമറി ഉണ്ടാകാമെന്നും അവർ പറഞ്ഞിരുന്നതാണ്. ഏറ്റവും മോശമായ ആ ഭയം പോലും യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് സത്യം. കാരണം ഗുസ്തി താരങ്ങൾ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരെയും ഇപ്പോഴത്തെ പ്രസിഡന്റ് സസ്പെൻഷനിലായിരിക്കുന്ന സഞ്ജയ് സിംഗിനെതിരെയും നടത്തിയ സമരങ്ങൾ വിശ്വപ്രസിദ്ധമാണ്. ഡൽഹിയിലെ തെരുവീതിയിലൂടെ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ പോലും തളരാത്ത ആത്മവീര്യമാണ് വിജേഷ് ഫോഗട്ടിൻ്റെത്. ഇവയെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് ഷേക്സ്പിയർ പറയുന്ന പോലെ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ എന്ന് സ്വാഭാവികമായും സംശയം തോന്നിയേക്കാം. BJP ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഗുസ്തി ഫെഡറേഷന്റെ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചില്ലേ എന്ന് സ്വാഭാവികമായി സംശയിക്കാം. ശരിയാണ്, നിയമാനുസൃതമായി അയോഗ്യയാക്കപ്പെട്ടാണ് അവർ പുറത്തു വരുന്നത്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഒളിമ്പിക് ഫൈനലിസ്റ്റിനെ വാച്ച് ചെയ്യാൻ, നിരീക്ഷിക്കാൻ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഗുസ്തി ഫെഡറേഷന്റെ കോച്ചും ഒഫീഷ്യൽസും കൂടെ ഉണ്ടാവേണ്ടതല്ലേ? വെറും 100 ഗ്രാമിന്റെ തൂക്ക വ്യത്യാസത്തിലാണ് അയോഗ്യയാക്കപ്പെട്ടത്. അവരുടെ പിതാവ് തന്നെ പറയുന്നു, ആ മുടി മുറിച്ചിരുന്നെങ്കിൽ അത് 300 ഗ്രാമിലേറെയുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? അതിലുപരി സെമി ഫൈനലിലെ 49.9 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്ന അവർക്ക് എങ്ങനെ പെട്ടെന്ന് 52 കിലോയ്ക്ക് മുകളിൽ വന്നു? ഫൈനലിലേക്ക് വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഭാരം കൂടാതിരിക്കാൻ മേൽനോട്ടം വഹിക്കേണ്ടത് ആ കോച്ചും അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസും അല്ലേ? ഡയറ്റ് നിയന്ത്രിക്കാൻ ഡയറ്റീഷ്യൻ കൂടെ ഇല്ലേ? ഭാരം കൂടാതെ തന്നെ കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണക്രമങ്ങൾ ഇല്ലേ? ഇതൊന്നും അറിയില്ലാത്തവരാണോ കൂടെ പോയവർ? അതോ വെറുതെ കണ്ണടച്ചതാണോ? അതാണ് സംശയം. ഡയറക്റ്റ് ആയിട്ട് അയോഗ്യയാക്കി എന്ന് പറയുന്നില്ല, പക്ഷേ ചെയ്യേണ്ടവർ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. ഒളിമ്പിക് ഫൈനലിസ്റ്റ് ആണെന്ന് ഓർക്കണം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമായിരുന്നു, അത് നൽകിയില്ല. ആക്ട് ഓഫ് ഒമിഷൻ ആൻഡ് കമ്മീഷൻ, ചെയ്യേണ്ടാത്ത ചെയ്താൽ മാത്രമല്ല ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും തീർച്ചയായും അത് തെറ്റ് തന്നെയാണ്. അതാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ടവരും ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകിയില്ല. ഇതിൽ PT ഉഷയ്ക്ക് പോലും ഒരു ഒറ്റുകാരന്റെ റോളല്ലേ സംശയിക്കേണ്ടി വരും. അവർ പറഞ്ഞു ഭാരം കുറിക്കാൻ ആവുന്നതെല്ലാം ചെയ്തുവെന്ന്. അത് അക്ഷന്തവ്യമായ അപരാധം തന്നെ. ഏതാണെങ്കിലും ഏതാനും ചില വോട്ട് മെഡൽ മാത്രം ലഭിച്ച ഇന്ത്യക്ക് ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കാമായിരുന്നു. ആ വലിയൊരു ഓപ്പർച്യൂണിറ്റി, ആ വലിയൊരു സാധ്യത നഷ്ടപ്പെടുത്തി കളഞ്ഞു ആ ഗുസ്തി ഫെഡറേഷനും ആ ഗുസ്തി താരങ്ങളും തമ്മിലുള്ള ആ പരസ്പര മത്സരത്തിന്റെ ഫലമായിട്ട്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇതുവരെ ഔദ്യോഗികമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഏറെ സംശയത്തിന് കാരണമാകുന്നു. അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം.